എല്ലാവർക്കും PSC ഗൈഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 6ാമത്തെ ദിവസമാണ്. അങ്ങനെ ഈ വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹ്യ അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. USA-യും സോവിയറ്റ് യൂണിയനും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945-ൽ ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ ബി, ജോർജ് ഓർവെൽ. ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ എ, ലാലാ ലജ്പത് റായ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ബി, ക്യാൻറ്റൺ. അടുത്ത ക്വസ്റ്റ്യൻ: ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ഓപ്ഷൻ സി, നാം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഓപ്ഷൻ ഡി, കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ഓപ്ഷൻ സി, ട്രോപ്പോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ഉൾഭാഗത്തെ താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? ഇവിടെ അകക്കാമ്പും താഴത്തെ ആവരണവുമാണ് ഖരാവസ്ഥയിലുള്ളവ. സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ ഏത്? ഒഡീഷയിലെ ഭിതാർകർണിക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ നാഗാലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെ പറയുന്നവയിൽ നിന്ന് തിരിച്ചറിയുക. കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപർജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഓപ്ഷൻ എ, ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം 1966 മുതൽ 69 വരെ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു എന്നുള്ളതും കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978-ൽ 5ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ 4ാം വർഷത്തിൽ അവസാനിച്ചു എന്നും 8ാം പഞ്ചവത്സര പദ്ധതി 1990-ൽ ആരംഭിക്കാൻ കഴിഞ്ഞില്ല, 1992-ൽ മാത്രമാണ് ആരംഭിച്ചത്. ഇവ മൂന്നും ശരിയാണ്. 1990 കഴിഞ്ഞ് 2 വർഷം വാർഷിക പ്ലാനുകളായിരുന്നു നടന്നിരുന്നത്. അതിനുശേഷമായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. DMEOയും NILERDയും നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ഗ്രിഗർ മെൻഡൽ അല്ല ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് താഴെ കമന്റ് ചെയ്യണേ ഗൈസ്. GSTയെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 2017-ലാണ് ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. മുകളിൽ സൂചിപ്പിച്ച ഇനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യുക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല.
ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1ഉം 2ഉം 3ഉം ശരിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് ഇന്ത്യൻ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷമോ? ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസ്താവന. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുൻപാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവയിൽ ശരിയായവ ഏത്? രണ്ടും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആമുഖത്തിലുള്ളതാണ്. എന്നാൽ യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതു ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത്. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഇന്ത്യയിൽ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനാൽ കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇവിടെ 2 മാത്രമാണ് ശരിയല്ലാത്തത്. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഇവ രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം? ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ ആകെ ഉൾപ്പെടുന്നത് വൈദ്യുതി മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. യൂണിയനുകളും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയായിരുന്ന വ്യക്തിയോ ആയിരിക്കണം. മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയായിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞ 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജിയായിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്? ആർട്ടിക്കിൾ 19 1A പ്രകാരമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? ഇവയെല്ലാം സ്ത്രീകളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കിയ പദ്ധതികളാണ്. അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17 പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാർ ഫെബ്രുവരി 2000 നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക എന്നതും പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക എന്നതുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി, എൻ പ്രൗഡ്.
ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനിപ്പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഒരു എഫക്ടർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണയാണ് ശരിയായിട്ടുള്ള ഉത്തരം. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷണങ്ങളെയും ടെഫ്ര എന്നാണ് വിളിക്കുന്നത്. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡാഷ് എന്നും വിളിക്കുന്നു. ഓപ്ഷൻ സി വാരിസെല്ല. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുന്ന സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഓപ്ഷൻ എ ആർദ്രം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരം വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഉദാഹരണമാണ്. ഇവ രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. തെർമോഡൈനാമിക്സിന്റെ 0 നിയമം എന്തിനെ സൂചിപ്പിക്കുന്നു? താപ സന്തുലിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ 2025 എന്തായിട്ടാണ് പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ദ്വിമാന പദാർത്ഥം ആണ്. വലുപ്പം വർദ്ധിക്കുന്നതനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? ഓപ്ഷൻ എ നിക്കോട്ടിൻ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകളും സമന്വയത്തിനുമാണ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി ഡി ഗുഗേഷ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തെയ്യം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്താണ്? മല്ലിക സാരാഭായ്. 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആദാമിന്റെ മകൻ അബു. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? ഓപ്ഷൻ സി ബില്ലിയാർഡ്സ്. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. fill in the blanks with suitable article. The university in which she is studying is one of the best universities in the world. ഓപ്ഷൻ എ the ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. Find out the correct answer from the following sentence. One of the students in class scores full marks. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. Choose the correct question tag from the following. ഓപ്ഷൻ സി get out will you. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. Which is the correct passive voice of sentence Ram is eating a mango? ഓപ്ഷൻ സി a mango is being eaten by Ram. Fill in the blanks with correct phrasal verb of the word given in the bracket. The meeting was cancelled because of some personal issues of the manager. Option A called off. അടുത്ത question. Choose the correct antonym of the word luminous. Option B dark. Choose the correct word spelling. Option C ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Fill in the blanks with suitable modal verb. Policemen must wear khaki. Fill in the blanks with suitable idiom from the following. The announcer announces that it is time to wrap up the program. Fill in the blanks using correct preposition. The boutique is situated at the city center. Option D at ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഹൃദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ സി കയം. താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ ഉപോദ്ബലകം. കൺസിലിയേഷൻ എന്ന പദത്തിന്റെ കൃത്യമായ വിവർത്തനം ഏത്? ഓപ്ഷൻ എ അനുരഞ്ജനം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മാടമ്പി എന്നതിന്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി കെട്ടിലമ്മ.
അടുത്ത ക്വസ്റ്റ്യൻ, ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദമേത്? ഓപ്ഷൻ ഡി വിപതി ധൈര്യം. ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ ബി പാഷാണത്തിൽ കൃമി. വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി വെള് പ്ലസ് മ. നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്ത്? നിഴലിനോടുള്ള യുദ്ധം. കൗമുദി, ജ്യോത്സ്ന എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? ഓപ്ഷൻ സി നിലാവ്. അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.